ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 24-ാം വാക്യം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഒരു സ്ഥലത്ത് പൊതുജനങ്ങൾക്കായി ഒരു ഓട്ടമത്സരം സംഘടിപ്പിച്ചു. 1-ാം സമ്മാനം 5000 രൂപ. പല ആളുകൾ ഓടുവാനായി എത്തിച്ചേർന്നു. കൂട്ടത്തിൽ 60 വയസ്സിന്മേൽ പ്രായമുള്ള ഒരു സ്ത്രീയും. സംഘാടകർ പറഞ്ഞു, അമ്മേ, എല്ലാവരും ചെറുപ്പക്കാരാണ്, അവരോടൊപ്പം അമ്മ എങ്ങനെ ഓടും? അവർ പറഞ്ഞു, സാരമില്ല, നോക്കാം. വീണ്ടും അവർ പറഞ്ഞു, ഓട്ടത്തിനുള്ള ബൂട്ട്സ് ഒന്നുമില്ലല്ലോ. സ്ത്രീ പറഞ്ഞു, സാരമില്ല. വീണ്ടും സംഘാടകർക്ക് സംശയം, ഈ സാരി ഉടുത്തുകൊണ്ട് ഓടുന്നത് എങ്ങനെയാണ്? സ്ത്രീ പറഞ്ഞു, ഞാൻ ശ്രമിക്കട്ടെ. ഏതായാലും കൂട്ടത്തിൽ ഓടുവാൻ അവർക്ക് അനുവാദം കിട്ടി. ഓട്ടം ആരംഭിച്ചു. ആ സ്ത്രീ പലരെയും പിന്നിലാക്കി ഓടിക്കൊണ്ടിരുന്നു. അവസാനം അവർ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. സംഘാടകർ അതിശയിച്ചു. അവർ വീണ്ടും ചോദിച്ചു, എങ്ങനെയാണ് 1-ാം സ്ഥാനം ലഭിച്ചത്? അവർ പറഞ്ഞു, എനിക്ക് ജയിച്ചേ കഴിയുമായിരുന്നുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലാണ്. അടിയന്തരമായി എനിക്ക് 5000 രൂപ വേണം. എനിക്ക് മറ്റു മാർഗമൊന്നുമില്ല. അപ്പോഴാണ് ഓട്ടത്തെക്കുറിച്ച് അറിഞ്ഞത്. അതിനാൽ ഒന്ന് ശ്രമിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. പരാജയം സംഭവിക്കുമ്പോൾ സാഹചര്യങ്ങളെ പഴി പറയുന്നവരാണ് അനേകരും. എന്നാൽ നമ്മുടെ ആവശ്യബോധവും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ ഏത് കാര്യവും ചെയ്യുവാൻ നാം പ്രാപ്തരാകും. സാധാരണ നാം ഇങ്ങനെ പറയാറുണ്ട്, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാർഗവുമുണ്ട്. ഇഫ് there is a will, there is a way. ഇതിനൊരു മറുപുറവുമുണ്ട്. ആവശ്യബോധവും ഇച്ഛാശക്തിയും ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ കാര്യമായി ഒന്നും നേടുവാൻ കഴിയില്ല. ഇന്ന് അനേകർക്കും ആവശ്യബോധം വളരെ കുറവാണ്. എന്തെന്നാൽ വേണ്ടതെല്ലാം ഉണ്ട്. 5000 രൂപ എന്ന് പറയുന്നത് വളരെ സംബന്ധിച്ചും വളരെ നിസ്സാരമായ തുകയാണ്. അതിനാൽ അതിനുവേണ്ടി കഷ്ടപ്പെടുവാൻ തയ്യാറാവുകയില്ല. എന്നാൽ ദരിദ്രരായ പലർക്കും 5000 രൂപ ഉണ്ടാക്കുക എന്നത് ഒരു ഹിമാലയൻ പദ്ധതി തന്നെയാണ്. അങ്ങനെയുള്ളവർക്കാണ് ആവശ്യബോധവും അതിനനുസരണമായി ഇച്ഛാശക്തിയും ഉണ്ടാവുക. എങ്ങനെയും ലക്ഷ്യത്തിലെത്തിയേ മതിയാവൂ എന്നുള്ളവർക്ക് ജീവൻ മരണ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ വിജയിയായി തീർന്നേ കഴിയൂ. അതിനാൽ അങ്ങനെ ഒരു പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ മറ്റുള്ളവരുമായി മത്സരിക്കുമ്പോൾ വിജയം സുനിശ്ചിതമാണ്. ലക്ഷ്യം ആർക്കും ഒരിക്കലും ലളിതമായി പ്രാപിക്കാവുന്നതല്ല. അത് എപ്പോഴും ഓരോരുത്തരുടെയും നിലയിൽ നിന്ന് ഉന്നതമായിരിക്കും. അതിനായി പ്രത്യേക പ്രയത്നം ആവശ്യമാണ്. പ്രയത്നിപ്പാനുള്ള പ്രേരക ശക്തിയാണ് ആവശ്യബോധം. ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഭൗതിക നേട്ടങ്ങളെക്കാൾ അധികമായി ഉന്നതമായ ഒരു ആളത്വത്തിൻ്റെ ഉടമകളായി തീരുവാൻ നമുക്കേവർക്കും സാധ്യമാവണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനായി കഠിന പ്രയത്നം തന്നെ വേണം. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പലതും നാം ത്യജിക്കേണ്ടി വരികയും ചെയ്തേക്കാം. എങ്ങനെയായാലും ലക്ഷ്യത്തിലെത്തുവാൻ ഇച്ഛാശക്തിയോടെ നമുക്ക് ഓടാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വലിയ ഉൾക്കാഴ്ചയ്ക്കായി നന്ദിയുടെ സ്തോത്രം. ദൈവമേ, പൗലോസിനെ പോലെ ഓട്ടക്കളത്തിൽ സ്ഥിരതയോടെ ഓടുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ലക്ഷ്യബോധവും ഇച്ഛാശക്തിയും ഞങ്ങളുടെ ഉള്ളത്തിൽ അവിടുന്ന് തരണമേ. ലക്ഷ്യബോധത്തോടെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഇന്നേ ദിവസം ഞങ്ങളെ സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.